നമസ്കാരം. ബിജൂസ് PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 1911 കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ന് നിൽക്കുമായിരുന്നു. 1911 കോൺഗ്രസ് സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായി ജനഗണമന ആലപിച്ചത് എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി പത്രികയിൽ. തത്വബോധിനി പത്രിക പ്രസിദ്ധീകരിച്ചിരുന്നത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. അതൊരു മാസികയാണ്, ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ മാസിക. അപ്പോൾ ദേവേന്ദ്രനാഥ ടാഗോർ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിന് തത്വബോധിനി സഭ എന്ന പേരൊരു സംഘടന ഉണ്ടായിരുന്നു. ആ തത്വബോധിനി സഭയുടെ മുഖപത്രമായിരുന്നു തത്വബോധിനി പത്രിക. ഇനി അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് മഹർഷി എന്നാണ്. മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന് ഒരു പത്രമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിനപത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിനപത്രം എന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ ടാഗോർ പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. അത് ഇന്ത്യൻ മിറർ എന്ന പത്രമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിനപത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ മിററാണ്. ഇന്ത്യൻ മിറർ പ്രസിദ്ധീകരിച്ചിരുന്നത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഞാനത് ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിനപത്രം എന്ന് എടുത്തു പറയാനുള്ള കാരണം, നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഏതാ? അത് നമ്മുടെ ഹിക്കീസ് ഗസറ്റാണ്, ബംഗാൾ ഗസറ്റ് അല്ലേ. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന് പറയുന്ന ആൾ പ്രസിദ്ധീകരിച്ചിരുന്ന ബംഗാൾ ഗസറ്റ്, അത് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. പക്ഷെ അത് ദിനപത്രമായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിനപത്രം ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? അത് ഇന്ത്യൻ മിററാണ്. ഇന്ത്യൻ മിറർ പ്രസിദ്ധീകരിച്ചിരുന്ന ആരാ? ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഇനി അതുപോലെ ഈ ദേവേന്ദ്രനാഥ ടാഗോർ നമ്മുടെ രാജാറാം മോഹൻ റായിയുടെ ബ്രഹ്മസമാജവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിരുന്നു. ശരിക്കും രാജാറാം മോഹൻ റായ് ആരംഭിച്ച ബ്രഹ്മസഭയ്ക്ക് സമാജം എന്ന പേര് കൊടുത്തതിന് ദേവേന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ നമ്മുടെ രാജാറാം മോഹൻ റായിയാണ് ബ്രഹ്മസമാജം ബ്രഹ്മസഭ എന്ന പേരിൽ ആരംഭിച്ചത്. അപ്പോൾ ആ ബ്രഹ്മസഭയ്ക്ക് ബ്രഹ്മസമാജം എന്ന പേര് നൽകി ദേവേന്ദ്രനാഥ ടാഗോർ. പിന്നീട് രാജാറാം മോഹൻ റായിയുടെ മരണത്തോടെ ഈ ബ്രഹ്മസമാജം രണ്ടായി പിരിയുന്നുണ്ട്. ബ്രഹ്മസമാജം രണ്ടായി പിരിയുമ്പോൾ അതിൽ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുത്തു ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോർ നേതൃത്വം കൊടുത്ത ബ്രഹ്മസമാജത്തിൻ്റെ ആ ഒരു വിഭാഗം അറിയപ്പെട്ടിരുന്നത് ആദി ബ്രഹ്മസമാജം എന്നാണ്. ആദി ബ്രഹ്മസമാജം. അപ്പോൾ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ മറ്റൊരു വിഭാഗം, അത് ഭാരതീയ ബ്രഹ്മസമാജം അഥവാ ഇന്ത്യൻ ബ്രഹ്മസമാജം എന്നറിയപ്പെടുന്നു. അതിന് ആരാ നേതൃത്വം കൊടുത്തത്? അത് കേശവചന്ദ്ര സെന്നാണ്. അപ്പോൾ കേശവചന്ദ്ര സെന്നാണ് ഭാരതീയ ബ്രഹ്മസമാജം അഥവാ ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത്. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തു ദേവേന്ദ്രനാഥ ടാഗോർ. പിന്നീട് ഈ കേശവചന്ദ്ര സെന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആൾക്കാർ അത് ഇവിടുന്ന് മാറിയിട്ട് പുതിയൊരു സംഘടന തുടങ്ങി. ബ്രഹ്മസമാജത്തിൻ്റെ വേറൊരു പേരിൽ തുടങ്ങി. അത് സാധാരണ ബ്രഹ്മസമാജം. അപ്പോൾ സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ആരാ? നമ്മുടെ ആനന്ദമോഹൻ ബോസാണ്. നമ്മുടെ ആനന്ദമോഹൻ ബോസാണെന്ന് ഞാൻ പറയാനുള്ളൊരു കാരണമുണ്ട്. ഈ ആനന്ദമോഹൻ ബോസിനെ കുറിച്ച് നമ്മളൊരിക്കൽ പഠിച്ചു, ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. 1876 നമ്മുടെ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്നിട്ട് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച കാര്യം ആ ആനന്ദമോഹൻ ബോസാണ്. അപ്പോൾ അദ്ദേഹമാണ് സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന് അഥവാ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തു കേശവചന്ദ്ര സെൻ. അദ്ദേഹത്തിൻ്റെ ഒരു മാസിക ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാസികയുടെ പേര് സൺഡേ മിറർ എന്നാണ്. അപ്പോൾ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റേത് ഇന്ത്യൻ മിററാണ്, അത് ഇംഗ്ലീഷ് ദിനപത്രമാണ്. അപ്പോൾ ബ്രഹ്മസമാജം തന്നെ നമുക്ക് മാറിപ്പോകും. ബ്രഹ്മസമാജം രൂപീകരിച്ചത് ആരാ? രാജാറാം മോഹൻ റായാണ്. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്ത ആരാ? അത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. നമ്മുടെ ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്ത ആരാ? അത് കേശവചന്ദ്ര സെന്നാണ്. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്ത ആരാ? അത് ആനന്ദമോഹൻ ബോസാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിട്ട് ചേരുംപിടി ചേർക്കുക എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്ന പരിപാടി ഇപ്പോൾ PSCക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 4 പേരുടെയും പേര് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. 4 ബ്രഹ്മസമാജങ്ങളും ഓർത്തു വയ്ക്കണം. ഓക്കെ, ഞാനപ്പോൾ ബ്രഹ്മസമാജത്തിലേക്ക് വന്നത്, ബ്രഹ്മസമാജത്തിന് ആ പേര് നൽകിയ ആൾ അതാരാ? ദേവേന്ദ്രനാഥ ടാഗോറാണ്. ദേവേന്ദ്ര ടാഗോറിൻ്റെ മാസിക ഏതാ? അത് തത്വബോധിനി പത്രികയാണ്. തത്വബോധിനിയുടെ പത്രികയിലേക്ക് നമ്മൾ വന്നത് എങ്ങനെയാണ്? ജനഗണമനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ജനഗണമന ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. ഏത് ഭാഷയിലാണ് ജനഗണമന ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത്? അത് ബംഗാളി ഭാഷയിലാണ്.
ബംഗാളി ഭാഷയിൽ അച്ചടിച്ച നമ്മുടെ അല്ലെങ്കിൽ ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതിയ ജനഗണമന അത് പിന്നീട് ഇംഗ്ലീഷിലേക്കും സംസ്കൃതത്തിലേക്കും ഒക്കെ തർജ്ജമ ചെയ്തു. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത്. ടാഗോർ ഒരു പേര് കൊടുത്തു. ടാഗോർ അതിനെ വിളിച്ചത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജനഗണമനയാണ്. ഇനി അതിനെ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തു, ടാഗോർ തന്നെ ചെയ്ത്. അപ്പോൾ അദ്ദേഹം അതിനൊരു പേര് കൊടുത്തു, ഭാരത് വിദാത. അപ്പോൾ ഭാരത് വിദാത എന്നറിയപ്പെടുന്നതും മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഒക്കെ ജനഗണമനയാണ്, ടാഗോർ എഴുതിയ ജനഗണമന. ഓക്കെ, അപ്പോൾ ഈ ജനഗണമന നമ്മൾ നമ്മുടെ ദേശീയ ഗാനമായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളതിനെ എന്നാ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്? അത് 1950 ജനുവരി 24 മുമ്പൊരു എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടും വന്ദേമാതരത്തിനെ ദേശീയ ഗീതമായിട്ടും ജനഗണമനയെ ദേശീയ ഗാനമായിട്ടും അംഗീകരിച്ചു 1950 ജനുവരി 24 അല്ലേ. അപ്പോൾ ആ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം എത്ര? നമുക്ക് ആ ദേശീയ ഗാനം ആലപിക്കാൻ ആവശ്യമായ സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡാണ്. അപ്പോൾ 52 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ആ ദേശീയ ഗാനം ആലപിക്കുന്നത്. അപ്പോൾ 52 സെക്കൻഡ് കൊണ്ട് നമ്മൾ ആലപിക്കുന്ന ആ ദേശീയ ഗാനം അത് ചിട്ടപ്പെടുത്തിയതാരാ? അത് ശങ്കരാഭരണ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശങ്കരാഭരണ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാരാ? അത് പണ്ഡിറ്റ് രവിശങ്കറാണ്. അപ്പോൾ ജനഗണമനയെ ശങ്കരാഭരണ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത് പണ്ഡിറ്റ് രവിശങ്കറാണ്. നമ്മുടെ സിത്താർ മാന്ത്രികൻ എന്നറിയപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന സംഗീതോപകരണമായിരുന്നു സിത്താർ. അപ്പോൾ സിത്താർ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് രവിശങ്കറാണ് ശങ്കരാഭരണം രാഗത്തിൽ ജനഗണമന ചിട്ടപ്പെടുത്തിയത്. ഇനി ആരാണ് ഈ ജനഗണമന ആദ്യമായി ചിട്ടപ്പെടുത്തിയത്? ജനഗണമന ആദ്യമായി ചിട്ടപ്പെടുത്തിയത് റാം സിംഗ് ടാക്കൂർ എന്ന് പറയുന്ന ആളാണ്. ജനഗണമന ആദ്യമായി ചിട്ടപ്പെടുത്തി റാം സിംഗ് ടാക്കൂർ. ഇനി ഈ ജനഗണമന നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് അല്ലേ. ഒത്തിരി പ്രാവശ്യം നമ്മൾ ആലോചിച്ചിട്ടുള്ള ഒരു ഗാനമാണ് ജനഗണമന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ജനഗണമന ആലപിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു വാക്കുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന വാക്ക് ഏതാ? അത് ജയ എന്ന വാക്കാണ്. അപ്പോൾ ജനഗണമനയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന വാക്ക് എന്ന് പറയുന്നത് ജയ എന്ന വാക്കാണ്. ഈ ജയ എന്ന വാക്ക് ജനഗണമനയ്ക്കകത്ത് എത്ര പ്രാവശ്യമുണ്ട്? നമ്മുടെ PSC വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ചോദ്യമല്ലേ അത്? അതെ, എന്താണ്? ജനഗണമനയ്ക്കകത്ത് ജയ എന്ന വാക്ക് എത്ര പ്രാവശ്യം ആവർത്തിച്ച് വരുന്നു? അത് 10 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ട്. ജനഗണമനയ്ക്കകത്ത് ജയ എന്ന വാക്ക് 10 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, ജനഗണമന. ജനഗണമന കോൺഗ്രസ് ആലപിച്ചു 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ. അപ്പോൾ ആ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ദർ എന്ന് പറയുന്ന ആളാണ്. ആ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് BN ദർ എന്ന് പറയുന്ന ആളാണ്. 1911 ആ കൊൽക്കത്ത സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത്. അപ്പോൾ ഇതാണ് കൊൽക്കത്ത സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് 1911 തന്നെ പറയാവുന്ന മറ്റ് ചില സംഭവങ്ങൾ കൂടിയുണ്ട്. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. 1905 നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടാവുമല്ലോ. 1905 ബംഗാളിനെ കഷ്ണമാക്കി കഴ്സൺ. അപ്പോൾ ഇനി 1911 ബംഗാളിനെ ഹാർഡനിങ് ചെയ്തു. 1911 ബംഗാളിനെ കൂട്ടി യോജിപ്പിച്ചു വീണ്ടും. അപ്പോൾ ഹാർഡനിങ് ചെയ്ത് ഹാർഡിഞ്ച്, കഷ്ണമാക്കിയത് കഴ്സൺ. അപ്പോൾ 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയുടെ പേരാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. അപ്പോൾ ഹാർഡിഞ്ച് സെക്കൻഡ് ബംഗാൾ വിഭജനമൊക്കെ റദ്ദ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ബംഗാളിൽ നിൽക്കണ്ട, നേരെ എവിടേക്ക് വരാം? ഡൽഹിയിലേക്ക് വരാം. അങ്ങനെ 1911 തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? തലസ്ഥാനം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. അപ്പോൾ 1911 ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് അത് ഹാർഡിഞ്ച് സെക്കൻഡ് എന്ന് പറയുന്ന വൈസ്രോയാണ്. അപ്പോൾ ഈ ഹാർഡിഞ്ച് സെക്കൻഡാണ് എന്ത് ചെയ്തത്? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. അപ്പോൾ 1911 ഇപ്പോൾ നമ്മൾ 3 കാര്യം പറഞ്ഞു. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. 1911 ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു രാജാവും രാജ്ഞിയും കൂടി ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യ സന്ദർശിക്കുന്നു. കിങ് ജോർജും ക്യൂൻ മേരിയും ഇന്ത്യയിലേക്ക് വന്ന വർഷം ചോദിച്ചാൽ അത് 1911. 1911 ജോർജും മേരിയും കൂടി ഇന്ത്യയിലേക്ക് വന്നത് കപ്പലിലാണ്, കടൽ മാർഗമാണ് വന്നത്. അവർ വന്നിട്ട് നമ്മുടെ ബോംബെ തുറമുഖത്ത് വന്നിറങ്ങി. അപ്പോൾ ബോംബെ തുറമുഖത്താണ് ജോർജും മേരിയും കൂടി, കിങ് ജോർജും ക്യൂൻ മേരിയും കൂടി വന്നിറങ്ങുന്നത്. അപ്പോൾ അവർ വന്നിറങ്ങിയ ആ സ്ഥലത്ത് നമ്മളൊരു കോട്ട പണിത് വെച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇതാണ് ഇന്ത്യയിലേക്കുള്ള വഴി, ഗേറ്റ്
ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ജോർജും മേരിയും, കിങ് ജോർജും ക്വീൻ മേരിയും ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ബോംബെയിലാണ്. അപ്പോൾ ജോർജും മേരിയും ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നു ബോംബെയിൽ. ഇപ്പോൾ ബോംബെയല്ലേ, ഇപ്പോൾ മുംബൈ ആണല്ലേ. അപ്പോൾ മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒരു ഇന്ത്യ ഗേറ്റ് ഉണ്ട് നമുക്ക്. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ മാറിപ്പോകരുത്, ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലാണ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ബോംബെയിലാണ്. ഇപ്പോൾ നമ്മുടെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടല്ലോ PSCയുടെ, അതിനകത്ത് അവരിങ്ങനെ തരാം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലും ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലുമാണ്. ഇങ്ങനെ ഒരു ഫാക്ട് എന്നിട്ട് ഈ രണ്ട് ഫാക്റ്റുകൾ ശരിയാണോ തെറ്റാണോ എന്ന രീതി ചോദിക്കാം. ഇപ്പം ഞാനീ പറഞ്ഞ രണ്ടും തെറ്റാണ്, കാരണം ഞാൻ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയല്ലേ പറഞ്ഞത്. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഗേറ്റ് വേ ഇന്ത്യയിലേക്കുള്ള വഴി, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആര് വന്ന വഴി? ജോർജും മേരിയും വന്ന വഴി. അതെവിടെയാണ്? അത് ബോംബെയിലാണ്. ഇന്ത്യ ഗേറ്റ് ലോകമഹായുദ്ധത്തിൽ മരണമടഞ്ഞ ജവാന്മാരുടെ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ. ഇനി 1911 നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരി ആയല്ലോ അല്ലേ. ജോർജും മേരിയും കൂടി ഇന്ത്യയിലേക്ക് വന്നു 11. തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി ഹാർഡിൻ സെക്കൻഡ്. പിന്നെ ഹാർഡിൻ സെക്കൻഡ് ബംഗാൾ ദിനം റദ്ദ് ചെയ്തു. ടാഗോറാണ് 1913 അല്ലേ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അതെപ്പോഴാണ്? 1913. അപ്പോൾ 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിക്ക്. അപ്പോൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് 1913 ഗീതാഞ്ജലി അദ്ദേഹം ആദ്യം എഴുതിയത് ഏത് ഭാഷയിൽ തന്നെയാണ്? ബംഗാളി ഭാഷയിൽ തന്നെയാണ്. അപ്പോൾ ഗീതാഞ്ജലി എഴുതിയതും ബംഗാളി ഭാഷയിലാണ്. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു ജനഗണമന ആദ്യം എഴുതിയതും അദ്ദേഹം ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. അപ്പോൾ എന്നിട്ട് ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആരാ? അതും ടാഗോർ തന്നെയാണ്. അപ്പോൾ ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു ടാഗോർ. ഗീതാഞ്ജലി അദ്ദേഹം ആദ്യം എഴുതിയത് ബംഗാളി ഭാഷയിലാണ്. അതിനാണ് 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി 13 ഇന്ത്യക്ക് വേണ്ടി ഒരു വിപ്ലവ സംഘടന അമേരിക്കയിൽ രൂപീകരിച്ചു. 1913 ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്ന അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ. 1913 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാലാ ഹർദയാലാണ്. ലാലാ ഹർദയാൽ അദ്ദേഹത്തിന് ഗദ്ദാർ എന്ന പേരിൽ ഒരു പത്രമൊക്കെ ഉണ്ടായിരുന്നു. ഗദ്ദാർ പാർട്ടി ഒക്കെ രൂപീകരിച്ചത് 1913. ആരാണത് രൂപീകരിച്ചത്? ലാലാ ഹർദയാൽ. ഇനി 14 കോൺഗ്രസിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞാനടുത്ത് 15 വരികയാണ്. 15 കോൺഗ്രസിനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ കോൺഗ്രസിനകത്തൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളെ കുറിച്ച് തന്നെയാണ്. 1915 ഹിന്ദു മഹാജനസഭ എന്ന സംഘടന രൂപീകരിച്ച ആളിനെ കുറിച്ച്. 1915 മഹാരാഷ്ട്രയിൽ ഹിന്ദു മഹാസഭ എന്ന സംഘടന രൂപീകരിക്കുന്നു. അതാരാ രൂപീകരിച്ചത്? 1915 ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ മദൻ മോഹൻ മാളവ്യയാണ് 1915 ഹിന്ദു മഹാജനസഭ രൂപീകരിച്ചത്. മദൻ മോഹൻ മാളവ്യ മഹാമന എന്നറിയപ്പെടുന്നതാണ്. മഹാമാന്യ എന്നല്ല, മഹാമന എന്ന് തന്നെയാണ്. അപ്പം മഹാമന എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. അദ്ദേഹത്തിന് ഒരു പത്രമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര് ലീഡർ എന്ന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. ലീഡർ. ഇനി അദ്ദേഹത്തെ ഗാന്ധിജി എന്തോ വിശേഷിപ്പിച്ചെന്നറിയോ? അദ്ദേഹത്തെ ഗാന്ധി വിളിച്ചത് യാചകരുടെ രാജകുമാരൻ എന്നാണ്. പ്രിൻസ് ഓഫ് ബഗേഴ്സ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു മദൻ മോഹൻ മാളവ്യ. അദ്ദേഹത്തെ യാചകരുടെ രാജകുമാരൻ എന്ന് വിളിക്കാനുള്ള കാരണം അദ്ദേഹം ഈ ബനാറസ് സെൻട്രൽ ഹിന്ദു സ്കൂളിനെ ബനാറസ് സെൻട്രൽ കോളേജ് ആക്കി മാറ്റുന്നതിന് വേണ്ടി, ബനാറസ് ഹിന്ദു കോളേജ് ആക്കി മാറ്റുന്നതിന് വേണ്ടി ഫണ്ട് കളക്ഷൻ ചെയ്തൊരു രീതിയുണ്ട്. ആ ഫണ്ട് കളക്ഷൻ ചെയ്ത രീതി വെച്ചിട്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിച്ചത്? യാചകരുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. മദൻ മോഹൻ മാളവ്യ അദ്ദേഹത്തെയാണ് യാചകരുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹമാണ് ബനാറസ് സെൻട്രൽ ഹിന്ദു കോളേജ് ആരംഭിച്ചത്. ബനാറസ് സെൻട്രൽ ഹിന്ദു കോളേജ് ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ഇനി അദ്ദേഹമാണ് ഗാന്ധിജിയുടെ ഉപദേശകനായി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ 1931 ലണ്ടനിൽ വെച്ച് നടക്കുന്ന രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ഗാന്ധിയുടെ ഉപദേശകനായി പങ്കെടുത്തത് മദൻ മോഹൻ മാളവ്യയാണ്. ഇനി 1932
പൂന ഉടമ്പടിയിൽ ഗാന്ധിജിക്ക് വേണ്ടി അംബേദ്കറിനോടൊപ്പം ഒപ്പുവെച്ചതും ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. അപ്പോൾ ഞാൻ 1915 പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മദൻ മോഹൻ മാളവ്യയെക്കുറിച്ചാണ്. മഹാമന എന്നറിയപ്പെടുന്ന, യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഹിന്ദു മഹാസഭ രൂപീകരിച്ച 1915 ഹിന്ദു മഹാസഭ രൂപീകരിച്ച മദൻ മോഹൻ മാളവ്യയെക്കുറിച്ച്. ഓക്കെ, അതിൽ നമ്മുടെ PSC മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ് ഇതിൽ ഈ മദൻ മോഹൻ മാളവ്യയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു പോയ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത്. അതായത് 1931 രണ്ടാമത്തെ പട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിയുടെ ഉപദേശകനായി പങ്കെടുത്തതാര് എന്ന ചോദ്യം മുൻപ് PSC ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ PSC സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ PSCയുടെ സ്ഥിരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ഈ ചാനൽ സ്ഥിരമായിട്ട് നിങ്ങൾ കാണുക. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ 1916 ആരംഭിക്കാം.